ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പുട്ടുപൊടി വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ 1 കപ്പ് പുട്ടുപൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 8-10 ചെറിയ ഉള്ളി നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുത്തതാണ്, അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂണ് ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ആദ്യം ഒരു സ്പൂൺ വെച്ചിട്ടാണ് ഞാൻ മിക്സാക്കി കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഈ ഉള്ളിയുടെയും തേങ്ങയുടെ ഒക്കെ ഫ്ലേവറൊക്കെ ഈ ഒരു പൊടിയിലേക്ക് നന്നായിട്ട് പിടിച്ചു കിട്ടും നമ്മൾ കൈ വെച്ചിട്ട് മിക്സാക്കി കൊടുക്കുമ്പോൾ. ഇനി നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് 2 അച്ച് ശർക്കര ഉരുക്കിയെടുക്കണം. അതിനായിട്ട് നമുക്ക് 1/2 കപ്പ് വെള്ളത്തിൽ 2 അച്ച് ശർക്കര ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് അരിച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ ചൂടോട് കൂടെ തന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇപ്പോൾ മുഴുവനായിട്ടും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2 മിനിറ്റിനുള്ളിൽ തന്നെ ഈ വെള്ളമൊക്കെ ഈ ഒരു പൊടിയിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ട് നന്നായിട്ടൊന്ന് കുതിർന്ന് വരും. ഇപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ മൈദയും കൂടെ ചേർത്തിട്ടാണ് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പ് മൈദയാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ടാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവിനനുസരിച്ചിട്ട് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ പുട്ടുപൊടി അധികമായിട്ട് തരിയുള്ള പൊടിയാണെങ്കിൽ എന്തായാലും മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് കുറേശ്ശെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിത് കുഴച്ചെടുത്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് ഒരു 5 മിനിറ്റോളം വെച്ചിട്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുത്താൽ നന്നായിട്ട് സോഫ്റ്റായി കിട്ടും. അതിന് ശേഷം ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് റൗണ്ടാക്കി എടുക്കണം. ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ ആക്കിയെടുത്തിട്ടുള്ളത്. ഇനി ബാക്കിയുള്ളത് ഞാൻ ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് ഒന്നെടുത്തിട്ട് ഇതുപോലെ 2 ഭാഗത്തും ചെറിയൊരു കുഴിയാക്കി കൊടുത്തിട്ട് ഈ ഒരു ഷേപ്പിലാക്കി എടുക്കണം. 2 ഭാഗത്തും ചെറിയ രീതിയിലൊരു കുഴിയാക്കി കൊടുത്താൽ മതി. ഇങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്തെടുക്കേണ്ടത്. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാതും ഞാൻ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഒരു ചീനച്ചട്ടി എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് നന്നായി ചൂടായതിന് ശേഷം പിന്നീട് മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചതിന് ശേഷം ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. മീഡിയം ഫ്ലെയിമിലാക്കി അതല്ലെങ്കിൽ ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ നമുക്ക് തിരിച്ചു മറിച്ചിട്ടിട്ട് വെറും 2 മിനിറ്റിനുള്ളിൽ ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതുപോലുള്ള സൈസ് ചെറിയ ചെറിയ സൈസിലാക്കിയാലാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ചെയ്ത് കോരിയെടുക്കാൻ പറ്റുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉൾഭാഗം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടൂല. അപ്പോൾ ഈ ഒരു സൈസിൽ തന്നെ ആക്കിയെടുത്താൽ പെട്ടെന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ആദ്യത്തേത് ഇവിടെ കോരിയെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കിയുള്ളത് ഞാനിവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്ത ഉടനെ തന്നെ ഇത് ഇളക്കി കൊടുക്കരുത്. ഒരു 2-3 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഇത് ഇളക്കി കൊടുക്കുക.
തന്നെ ഇതൊരു ഗോൾഡൻ കളറാവുന്ന ആ ഒരു ടൈമിൽ തന്നെ നമുക്കിത് കോരി മാറ്റി വെക്കാം. ഇത് നമ്മൾ കോരിയെടുത്തതിന് ശേഷം ഒന്നും കൂടി ഡാർക്കാവും. അതുകൊണ്ട് നമ്മൾ ചെറിയൊരു ഗോൾഡൻ കളറാവുന്ന ആ ഒരു ടൈമിൽ തന്നെ ഇത് നമുക്ക് കോരി മാറ്റി വെക്കാം. അപ്പോൾ നിങ്ങൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അതല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് കളറ് മാറിയിട്ട് കരിഞ്ഞ് ഭയങ്കരമായിട്ട് ഇത് കട്ടിയായി പോകും. അപ്പോൾ ദാ ബാക്കിയുള്ളത് ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇതാ പുട്ടുപൊടി വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നാടൻ പലഹാരം ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പുറമെ നല്ല ക്രിസ്പിയും ഉള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അതുപോലെ തന്നെ ഇത് നമുക്ക് ഒരു മാസമൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു പലഹാരം കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ താഴെ ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്